സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് KR ഗോപികൃഷ്ണൻ കൂടി ചേരുകയാണ്. ഗോപികൃഷ്ണൻ, നമുക്ക് ഈ കൊട്ടിക്കലാശത്തിലേക്ക് നമ്മൾ അടുക്കാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അതിലേക്ക് അടുക്കുംതോറും സ്ഥാനാർത്ഥിയുടെ ഉള്ളിൽ പടപടപ്പ് കൂടും. അതുമാത്രമല്ല, ചാനലിൻ്റെ മനസ്സിലും പടപടപ്പുണ്ടോ? SKN ഒരു മാസം നീണ്ടുനിന്ന ഈ പരസ്യ പ്രചാരണത്തിന് അതിന് തിരശ്ശീല വീഴാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ച് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം, ജനകീയ വിഷയങ്ങൾ എന്നതിനെ ഒപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യുന്ന മൂന്ന് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾക്ക് ഒരുപോലെ ആത്മവിശ്വാസത്തോടുകൂടി വിജയപ്രതീക്ഷ പങ്കുവയ്ക്കാൻ കഴിയുന്ന സങ്കീർണതയിലേക്ക് പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ളതാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇത് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും അവരുടെ ഒരു ശക്തി പ്രകടനമാക്കി അവർ ഈ വരുന്ന മണിക്കൂറുകളെ മാറ്റും എന്ന കാര്യം ഉറപ്പാണ്. നമുക്കറിയാം, ഇടത് മുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ്റെ സ്ഥാനാർത്ഥി നിർണയം മുതൽ, അതായത് കോൺഗ്രസ് വിട്ട് ഇടത് പാളയത്തിലേക്ക് സരിൻ എത്തിയത് മുതൽ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ ഹസ്തയിലൂടെ ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേരിയിലേക്ക് എത്തിയത് വരെയുള്ള പല വിഷയങ്ങളും വിവാദ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷതയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ. അതിൽ പെട്ടി വിവാദമുണ്ട്. അതിന് ഏറ്റവും ഒടുവിൽ ഇപ്പോഴുണ്ടായ EP ജയരാജൻ്റെ ആത്മകഥയിലെ പരാമർശവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. പിന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വിമർശനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഈ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം കടക്കുമ്പോൾ പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ചർച്ചകളായി മാറുകയാണ്. എന്താണ് പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സിലുള്ളത് എന്ന കാര്യം തീർത്തും അപ്രവചനീയമായി മാറിയിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഏറ്റവും ആകർഷണീയമാക്കി മാറ്റുന്നത്. മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ അവർ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. അവരതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, കണക്കുകൾ പറയുന്നുണ്ട്. ഏതായാലും 42,000 മുതൽ 45,000 വോട്ടുകൾ പിടിക്കുന്ന സ്ഥാനാർത്ഥിയായിരിക്കും പാലക്കാട് വിജയിക്കുക എന്ന് നമുക്ക് ഏകദേശം പറയാം. 75.38% പാലക്കാട്ട് കഴിഞ്ഞ തവണത്തെ പോളിംഗ് നിരക്ക്. പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അങ്ങനെയാണെങ്കിൽ പോളിംഗ് നിരക്ക് ഈ തരത്തിൽ ഇത്ര ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന പാലക്കാട് ഇത്തവണ പോളിംഗ് നിരക്ക് ആ തരത്തിൽ ഉയർന്നു കഴിഞ്ഞാൽ അത് ആരെ തുണയ്ക്കും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകളിലേക്ക് മുന്നണികളും സ്ഥാനാർത്ഥികളും പാർട്ടിയിലെ അണിയറ പ്രവർത്തകരും ഒക്കെ കടന്നു കഴിഞ്ഞു. ഏതായാലും പാലക്കാടിനെ സംബന്ധിച്ച് ഈ വിവാദ വിഷയങ്ങൾ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. മൂന്ന് മുന്നണിയിലെ സ്ഥാനാർത്ഥികൾക്കും ഒരുപോലെ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല. മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇത്രയധികം തെരഞ്ഞെടുപ്പ് വിഷയമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. BJPയെ സംബന്ധിച്ച് സന്ദീപ് വാര്യർക്ക് പിന്നാലെ ഇനി കൊഴിഞ്ഞു പോകാൻ ആരൊക്കെയുണ്ട് എന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തിനാണ് ഡോക്ടർ സരിൻ എന്ത് കാരണങ്ങൾ പറഞ്ഞ് പുറത്തുപോയി എന്നത് വോട്ടർമാരെ എത്രത്തോളം ബോധ്യപ്പെടുത്താൻ ഡോക്ടർ സരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കോൺഗ്രസിൻ്റെ നെഞ്ചിടിപ്പും ഇടതുമുന്നണിയുടെ നെഞ്ചിടിപ്പും ഒരുപാട് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണി പ്രവർത്തകരെ കൺവിൻസ് ചെയ്യിക്കാൻ CPMൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചും മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും അവരുടെ ആഭ്യന്തര വിഷയങ്ങൾ കൂടി ഏറ്റവും സങ്കീർണമായ തെരഞ്ഞെടുപ്പ് വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് പാലക്കാടിൻ്റെ വേറെ ഒരു സവിശേഷത. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജനകീയ വിഷയങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ പാലക്കാടിൻ്റെ മണ്ണിൽ ഈ കഴിഞ്ഞ 30 ദിവസവും രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചയാക്കിയിട്ടുണ്ട്. സംസ്ഥാന മന്ത്രിമാർ, അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾ, ദേശീയ നേതാക്കൾ, ഇവരൊക്കെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട്ട് തമ്പടിച്ചുകൊണ്ടാണ് അവർ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഇപ്പോൾ